ഹലോ, ഇന്ന് നമ്മൾ ഹെയർ കളർ ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് കോപ്പർ ബ്ലോണ്ട് എന്ന് പറഞ്ഞൊരു കളറാണ്. സ്ട്രീറ്റ്സിൻ്റെയാണ് കളർ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. കളർ ചെയ്യാനായിട്ട് നമ്മളിവിടെ ക്രീം ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആകാൻ ശ്രദ്ധിക്കണം. സെപ്പറേറ്റായി കിടക്കരുത്, അപ്പോൾ റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടാകും. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് അതിലേക്കാണ് ആദ്യം ക്രീം പുരട്ടുന്നത്. എന്നിട്ട് നമ്മൾ മുടിയെടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ബാക്കി ഫുൾ മുടിയിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഹെയറിലും നന്നായിട്ട് ക്രീം ആകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മളെടുത്തിരിക്കുന്ന അലൂമിനിയം ഫോയിൽ പേപ്പറിനേക്കാളും നീളത്തിലാണ് മുടി ഉള്ളതെങ്കിൽ തുമ്പ് ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് അതിൽ കൂടെ നമുക്ക് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഫോയിൽ പേപ്പർ രണ്ടായിട്ട് മടക്കി അതിൻ്റെ രണ്ട് സൈഡും പ്രസ് ചെയ്ത് മടക്കി വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഹെയറിന് കളർ കൊടുക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പോർഷൻ പുറകിലേക്ക് എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ട് ആ പോർഷൻ്റെ അപ്പുറയും ഇപ്പുറയുള്ള ഭാഗത്തെ കുറച്ച് മുടിക്കാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും ഈ കസ്റ്റമർ ഇങ്ങനെ പുറകോട്ടാണ് മുടി ചീവുന്നത്. അങ്ങനെ ചീവുമ്പോഴും ഈ രണ്ട് സൈഡിലും കളർ ഉണ്ടാവും. മാത്രമല്ല ഈ മുടി ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പോർഷൻ എടുത്ത് ചീവണമെങ്കിലും ഇതുപോലെ കളർ നമുക്ക് കാണാൻ പറ്റും. അത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും. പിന്നെ ഈ കളർ ചെയ്ത മുടിയിൽ നിന്ന് അത് ഇപ്പോൾ കുറച്ച് തിക്നെസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാക്കി നമുക്ക് മുകളിലേക്കും താഴേക്കുമായിട്ട് ഇട്ടാലും കുറച്ചുകൂടെ മുഴുവൻ മുടിയും കളർ ചെയ്ത പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. സ്പ്രെഡ് ചെയ്തിടാൻ പറ്റും നമുക്ക് ഈ മുടികൾ. അപ്പോൾ നമുക്ക് കുറേ മുടി കളർ ചെയ്തിട്ടുള്ളൊരു ഫീല് കിട്ടും. എന്നാൽ ഒരുപാട് മുടി കളർ ചെയ്യുകയും വേണ്ട. ഇപ്പോൾ പുറമേ കാണുന്ന ഭാഗം നല്ല കളറിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അവസാനത്തെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും.
ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ 2 പോർഷനും കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെയെന്ന് കാണാം. കണ്ടോ, ഇതാണ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. തുമ്പ് വരെ കളറുണ്ട്, പക്ഷേ എന്താണോ ക്യാമറയിൽ അത് അത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് മുകളിലേക്കും ഒക്കെ മുടിക്കകത്തൊക്കെ ഈ കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡിലെ ഓരോ പീസുകൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഫുൾ റൗണ്ടിലും ഇങ്ങനെ കളറ് സ്പ്രെഡ് ചെയ്ത് കിട്ടും നമുക്ക്. ഈ ക്യാമറയെ കാണുമ്പോൾ താഴത്തേക്ക് കളറില്ലെന്ന് തോന്നുമെങ്കിലും മുടിയുടെ അറ്റം വരെ കളറുണ്ട്. കണ്ടോ, അത് പിന്നെ സൈഡ് പോർഷൻ എടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ കളർ കിട്ടും. എനിക്കാവോ കിട്ടണില്ല, നേരിട്ട് കാണാം, പക്ഷെ നേരിട്ട് നല്ല ഭംഗിയെ ഫോണിൽ കിട്ടാൻ തോന്നുന്നുണ്ട്. ഈ കളറായതുകൊണ്ട് ഇപ്പം കിട്ടുന്നു. ആദ്യം ഞങ്ങൾ മുറിക്കകത്ത് നിന്നാണ് വീഡിയോ പിടിച്ചത്. അതിനുശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി നോക്കി. അപ്പോൾ ഇതാണ് വെളിയിലിറങ്ങി നിന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്. കണ്ടോ, ആ മുടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും കളറ് നമുക്ക് തോന്നും. വെയിലത്ത് നിൽക്കുമ്പോൾ ഫുൾ കളർ ചെയ്ത പോലെ നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.